അടുത്തതായ ലാസ്റ്റ് ഒരു കാര്യമാണ് അൽഹംദുലില്ലാ. അൽഹംദുലില്ലാ എന്ന് മുസ്ലിമീങ്ങൾ പറയാറുണ്ട്, കേട്ടിട്ടുണ്ടല്ലോ. എന്തെങ്കിലും ഒരു നല്ല കാര്യം ഒരു അറബിയോട് പറഞ്ഞാൽ അയാൾ ഉടനെ പറയും അൽഹംദുലില്ലാ എന്ന് പറയും. ഒരുപാട് അറബികളായ ക്രിസ്ത്യാനികൾ ഇത് പറയാറുണ്ട്. അതുപോലെ തന്നെ മിഡിൽ ഈസ്റ്റിലും അറബികളുടെയും ഇടയിൽ ജീവിക്കുന്ന നസ്രാനികളും മറ്റ് ക്രിസ്ത്യാനികളും ഇത് പറയാറുണ്ട് അൽഹംദുലില്ലാ എന്ന്. ഇത് തെറ്റാണോ എന്ന ചോദ്യം. ഒരു തെറ്റുമില്ല എന്നും പറഞ്ഞ് നിങ്ങൾ അങ്ങനെ പറഞ്ഞു നടക്കണം എന്ന് ഞാൻ പറയില്ല. തെറ്റില്ല, അങ്ങനെ പറയാതിരിക്കുന്നതാണ് നല്ലത്. പക്ഷെ പറഞ്ഞതുകൊണ്ട് നിങ്ങൾ സംസാരിക്കേണ്ട കാര്യമില്ല. അത് തെറ്റുണ്ടോ? അൽഹംദുലില്ലാഹ് സുബ്ഹാനല്ലാഹ് മൊട്ടത്തലയും ഗോട്ടിട്ടിട്ട് പരദൂഷണം പറയാൻ തുടങ്ങി. പടച്ചോനെ കാത്തോളനെ. എന്താണ് ആ വാക്ക്? അൽ എൻ്റെ അർത്ഥം എന്താ? ദ. ഹംദു അൽ ഹംദു ലില്ലാഹ്, അതാണ് കറക്റ്റ് വാക്ക്. അൽ ഹംദു ലില്ലാഹ്. അല്ലെന്ന് പറഞ്ഞാൽ ദ ആർട്ടിക്കിൾ ആണ്. ഹംദു എന്ന് പറഞ്ഞാൽ പ്രൈസ്, ദ പ്രൈസ്. ലി എന്ന് പറഞ്ഞാൽ ടു, അങ്ങോട്ട്, നിനക്ക്. ലി ലാഹ്, ദ പ്രൈസ് ടു ലാഹ് എന്നാണ് അൽഹംദുലി ലാഹ് എന്നതിന്റെ അർത്ഥം. ദ പ്രൈസ് ടു ലാഹ്. ഇപ്പൊ മനസ്സിലായോ? മനസ്സിലായി. തനിക്ക് തലയ്ക്ക് നല്ല ഭ്രാന്താണെന്നുള്ളത് മനസ്സിലായി. നീ ഇവിടെ ഈ അറബിയുടെ ഗ്ലാമറൊക്കെ എന്തിനാ പറയുന്നത്? നീ എന്താ മദ്രസയിൽ പഠിപ്പിക്കാൻ പോകണ്ട? ക്ലാസ് എടുക്കാൻ വല്ലതും പോകണ്ടോ? അയാൾ എന്താ പറഞ്ഞത്? ഒരു അറബിയോട് ഒരു ക്രിസ്ത്യാനി പോയിട്ട് അയാളുടെ ജീവിതത്തിൽ നടന്ന നല്ല കാര്യം പറഞ്ഞു. അറബി അതിന് മറുപടിയായിട്ട് അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു. സ്വാഭാവികമല്ലേ? ഏതൊരു മുസ്ലിമിൻ്റെ എടുത്തു നോക്കിയാലും അവരുടെ വായിൽ നിന്ന് വരുന്ന സ്ഥിരം വാക്കുകളാണ് അസ്സലാമു അലൈക്കും, അൽഹംദുലില്ലാ, സുബ്ഹാനല്ലാ എന്നൊക്കെ സ്ഥിരം വരുന്ന വാക്കുകളാണ് മുസ്ലിങ്ങളുടെ വായിൽ നിന്ന്. അതിന് മറുപടി കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ കൊടുക്കുക. കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ട് ആകാശം ഇടിഞ്ഞു വീഴാനൊന്നും ഇവിടെ പോണില്ല. അതല്ലേ അയാൾ പറഞ്ഞത്. പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല, പറയാതിരിക്കണമായിരിക്കും നല്ലതെന്നാണ് അയാൾ പറഞ്ഞത്. ഇവിടെ മലപ്പുറം ജില്ലയിൽ ഞാൻ ഒരു ദിവസം പോയപ്പോൾ ഒരു ഹൈന്ദവൻ്റെ വായിൽ നിന്ന് വന്നാണ് പടച്ചറബില്ലേ, പടച്ചറബ് കാക്കും, പടച്ചറബ് എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരുന്നു, പടച്ചറബ് എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരുന്നു. ഒരു ഹൈന്ദവൻ്റെ വായിൽ നിന്ന് വന്നതാ. നീയാണ് എന്ത് വിചാരിക്കും? അവിടെ ഒരു വർഗീയത ഉണ്ടാക്കും. മനുഷ്യനായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ മലപ്പുറം ജില്ല എന്ന് പറയുന്നത് കൂടുതൽ മുസ്ലിങ്ങൾ ജീവിക്കുന്ന ഒരു നാടാണ്. അവിടെ സ്ഥിരം മുസ്ലിങ്ങൾ ഉപയോഗിക്കുന്ന വാക്കുകളാണ് അസ്സലാമു അലൈക്കും, അൽഹംദുലില്ലാ, സുബ്ഹാനല്ലാഹ് എന്നുള്ള വാക്കുകളൊക്കെ അവിടെ മുസ്ലിങ്ങൾ ഉപയോഗിക്കുന്ന വാക്കുകളാണ്. അത് കേട്ട് ശീലിച്ച് വളർന്നവരാണ് ഹിന്ദു ആയാലും ക്രിസ്ത്യാനിയായാലും അവിടെ. അപ്പോൾ അവരുടെ ഉള്ളിൽ നിന്ന് സ്വാഭാവികമായിട്ട് അതുപോലുള്ള വാക്കുകളൊക്കെ വരും. അതൊന്നും അവർ അർത്ഥം അറിഞ്ഞിട്ട് പറയുന്നതല്ല. കാരണം മുസ്ലിങ്ങളുടെ കൂടെ ജീവിക്കുന്ന ആൾക്കാരായതുകൊണ്ട് അവരുടെ വായിൽ നിന്നും വരുന്ന വാക്കുകളാണത്. അതിനങ്ങനെ കണ്ടാൽ മതി. ഇപ്പോൾ ഒരു ശബരിമലയ്ക്ക് പോകുന്ന ഒരു സ്വാമി മാലയിട്ട് അതുവഴി പോകുമ്പോൾ ഒരു മുസ്ലിം അവൻ്റെ കൂട്ടുകാരൻ കണ്ടു. അപ്പോൾ ആ മുസ്ലിം പറയണേ സ്വാമി ശരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്വാമിയോട് കാണിക്കുന്ന ഒരു മര്യാദ, ആ മതത്തോട് കാണിക്കുന്ന ഒരു മര്യാദ, ആ മനുഷ്യനോട് കാണിക്കുന്ന ഒരു മര്യാദ, മനുഷ്യനോട് കാണിക്കുന്ന മര്യാദ, മതത്തോട് കാണിക്കുന്ന മര്യാദയായിട്ട് കണ്ടാൽ മതി. ഇതിനകത്തൊരു വർഗീയത കുത്തിക്കയറ്റേണ്ട ആവശ്യമില്ല. മനസ്സിലായില്ലേ? പക്ഷെ നിനക്കൊന്നും അങ്ങനെ കാണാൻ പറ്റില്ല. പരമാവധിൻ്റെ അകത്ത് വർഗീയത കുത്തിക്കയറ്റും. ഇപ്പോൾ ചില സംഘികളെ പിടിച്ചു വെച്ചിട്ട് ജയ് ശ്രീറാം വിളികളാ, ജയ് ശ്രീറാം വിളികളാ, ജയ് ശ്രീറാം വിളികളാ അവരെ അടിച്ച് തല്ലി ചെവിടാക്കുറ്റടിച്ച് പൊട്ടിച്ചിട്ട് ജയ് ശ്രീറാം വിളിപ്പിക്കുന്ന പരിപാടി ഉണ്ടല്ലോ. അതിവിടെ ഒരു മുസ്ലിംകളും ഒരു ഹൈന്ദവനെയോ ഒരു ക്രിസ്ത്യാനിയോ പിടിച്ചു നിർത്തിയിട്ട് അല്ലാഹു അക്ബർ വിളികളാ, അല്ലാഹു അക്ബർ വിളികളാ എന്ന് പറയുന്നില്ല. അതിൻ്റെ ആവശ്യമില്ല. ഈ അസ്സലാമു അലൈക്കും, അൽഹംദുലില്ലാ, സുബ്ഹാനല്ലാഹ് എന്നൊക്കെ മുസ്ലിംകളോട് വിളിപ്പിക്കാനാണ് അള്ളാഹു പറഞ്ഞത്, പറയാനാണ് അള്ളാഹു പറഞ്ഞത്. ഹൈന്ദവനോടോ ക്രിസ്ത്യാനികളോടോ ഒന്നും ഇത് വിളിക്കണ്ട. വിളിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ആകാശം ഒന്നും ഇടിഞ്ഞു വീഴാനും പോണില്ല. മനസ്സിലായോ? വിളിച്ചുകൊണ്ട് നടക്കുന്നു. എന്റെ പൊന്നുമാരിയോ സഹോദര, ഈ ഖുറൈശികളുടെ പേഗൻ ദേവനായ ലാഹിന്, അൽ ലാഹ് എന്നറിയപ്പെടുന്ന ഈ ലാഹിന്, ദ ലാഹ് എന്നറിയപ്പെടുന്ന ഈ ലാഹിന് സ്തുതിക്കേണ്ട ഗതികേട് ഒരു ക്രൈസ്തവനില്ല. അത് അന്യദൈവാരാധനയാണ്. ഓഹോ, അങ്ങനെയാണെങ്കിൽ ഒരു ക്രിസ്ത്യാനിയായ നീ എന്തിനാണ് ഒരു അന്യമതത്തെ വിമർശിക്കാൻ വന്നിരിക്കുന്നത്? അന്യമതമായ മുസ്ലിം മതത്തെ എന്തിനാണ് വിമർശിക്കാൻ വന്നത് ഒരു ക്രിസ്ത്യാനിയായ നീ? രാവിലെ തന്നെ ഒരു ഗോട്ടും ഷൂട്ടും കണ്ണാടിയും മുഖത്ത് ഫിറ്റ് ചെയ്തിട്ട് ഒരു ക്യാമറ തൂക്കി പിടിച്ചുകൊണ്ട് വന്നിട്ട് ഇരുന്നു കൊണ്ട് ഒരു അന്യമതത്തിലെ നബിനെയും അള്ളാഹുനെയൊക്കെ എന്തിനാണ് നിന്റെ നാവ് കൊണ്ട് ഉച്ചരിക്കുന്നത് ക്രൈസ്തവ? അതിൻ്റെ ആവശ്യമില്ലല്ലോ. നിന്നെ ആരെങ്കിലും ചുമതലപ്പെടുത്തിയോ? അല്ലെ നിന്നെ ആരെങ്കിലും അധികാരപ്പെടുത്തിയോ? ഏതെങ്കിലും മുസ്ലിങ്ങൾ അധികാരപ്പെടുത്തിയോ? ഞങ്ങൾക്ക് വേണ്ടി നീ സംസാരിക്കുക, ഞങ്ങളുടെ മതത്തിൻ്റെ കുറവുകളും കുറ്റങ്ങളും നീ വിമർശിക്കുക എന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും മുസ്ലിങ്ങൾ നിന്നോട് പറഞ്ഞോ? ഇല്ലല്ലോ. അസ്സലാമു അലൈക്കും എന്ന് പറയുന്നത് വലിയ പാവമാണ്, ക്രിസ്ത്യാനികൾ ഒരിക്കലും അത് പറയാൻ പാടില്ല എന്ന് പറഞ്ഞാൽ നീ ഒരു ക്രിസ്ത്യനായി ജനിച്ചിട്ട് എന്തിനാണോ ഈ അന്യമതമായ മുസ്ലിം മതത്തെ വിമർശിക്കാനിരിക്കുന്നത്? നിനക്ക് നിന്റെ മതത്തെ വിമർശിച്ചാൽ പോരെ? നിന്റെ മതത്തിൽ തന്നെ ഉണ്ടല്ലോ ഏറ്റവും പൊന്താത്ത കുറ്റവും കുറവുകളൊക്കെ, അതൊന്നും നീ കാണുന്നില്ലേ?
അതോ കണ്ടിട്ട് കണ്ണട ശരിയല്ലേ, കണ്ടിട്ട് കാണാതെ പോലെ ഇരിക്കുകയാണോ? എടാ അവനവൻ്റെ മതത്തിലെ കാര്യം നോക്കണോ, അവനവൻ്റെ മതത്തിലെ കുറ്റവും കുറവും നോക്കണോ. ഇനി കാണണില്ലേ ഞാൻ കാണിച്ചിടണോ, നീ ഒന്ന് കണ്ടു നോക്കണോ, എന്നിട്ട് അതിനെടുത്ത് വിമർശിക്കണോ. ഒരു 1000 പ്രാവശ്യം നീ ഇവിടെ ഇരുന്നു കൊണ്ട് മറ്റേ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞു, മുഹമ്മദ് നബിയുടെ പേര് പറഞ്ഞു, പിന്നെ അസ്ലാം അലൈക്കും പറഞ്ഞു. ഇതൊക്കെ നീ നിന്റെ തൊള്ള കൊണ്ട് എന്തിനാണ് ഒരു അന്യമതത്തിൻ്റെ കാര്യങ്ങളൊക്കെ അതിൻ്റെ ആചാരങ്ങളെയൊക്കെ അതിൻ്റെ പരദൂഷണം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ക്രൈസ്തവ, നീ ക്രൈസ്തവനാണ് എന്ന് പറഞ്ഞിട്ട് നീട്ടിയിട്ടല്ലേ. ക്രൈസ്തവൻ എന്തിനാണോ ഒരു ഇസ്ലാം മതത്തിൻ്റെ കാര്യം പറഞ്ഞു നിൽക്കുന്നത്? തനിക്ക് തൻ്റെ മതം നോക്കിയിട്ടാ, തൻ്റെ മതത്തെ കുറ്റം കുറവൊന്നും കാണില്ലേ? നീ ഞാൻ കാണിച്ചു തരാം, കണ്ടു നോക്കി. ആ ചെറുപ്പക്കാരനെ യേശു സ്പർശിക്കുന്നു, ആ ചെറുപ്പക്കാരനെ യേശു സ്പർശിക്കുന്നു. യേശുവിന്റെ മഹത്വം ഇറങ്ങി വ്യാപരിക്കുന്നു. ഇങ്ങോട്ട് യേശുവേ. ഒരു പാപം പിടിച്ച വൃദ്ധൻ ആ സ്റ്റേജിലേക്ക്, അയാൾക്ക് എന്തോ ഒരു അസുഖമുണ്ട്. അപ്പോൾ ആ സ്റ്റേജിലേക്ക് കയറി പോകണം പാസ്റ്ററോടൊന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട്, അസുഖം മാറാൻ വേണ്ടിയിട്ട്. പക്ഷെ ആ വൃദ്ധൻ അറിയില്ല ഇതൊരു നാടക സ്റ്റേജാണ്, ഇവിടെ കിടന്ന് നടക്കുന്ന ഒരു ഡ്രാമയാണെന്ന് ആ വൃദ്ധൻ അറിയില്ല. അയാൾ വിശ്വാസത്തോടുകൂടി കയറി പോകുമ്പോൾ ആ പാസ്റ്റർ ഇങ്ങോട്ട് മാറി നിൽക്കണേ, നീയല്ല വരേണ്ടതെന്ന്. വൃദ്ധനല്ല അവിടെ വരേണ്ടത്. കാരണം ഇന്നലെ ട്രെയിനിങ് കൊടുത്ത് പഠിപ്പിച്ചെടുത്ത ഒരാൾ വരാനുണ്ട് അവിടെ, അയാളാണ് വരേണ്ടത്. ഇന്നലെ ട്രെയിനിങ് കൊടുത്ത് വെച്ചിരിക്കുകയാണ്, നീ ഇങ്ങനെ വരണം, ഇങ്ങനെ പറയണം, ഇങ്ങനെ ഇവിടെ പൊട്ടത്തരം കാണിക്കണം എന്ന് പാസ്റ്റർ ഇന്നലെ ട്രെയിനിങ് കൊടുത്ത് വെച്ചിട്ടുണ്ടല്ലോ. അയാളാണ് അവിടേക്ക് കയറി വരേണ്ടത്. അതറിയാതെയാണ് ആ വൃദ്ധൻ കയറിപ്പോയത്. ഒന്ന് ആലോചിച്ച് നോക്കണേ. വിളിച്ചോ, പറഞ്ഞു. എത്ര വർഷമായി? ഓ, ഇന്ന് സൗഖ്യമായിരിക്കും. മോനെ എന്തിനു വേണ്ടിയാ പ്രാർത്ഥിച്ചു? മോനെ പറഞ്ഞു 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 പറഞ്ഞോ മോനെ, പറഞ്ഞോ. ഇന്നലെ പഠിപ്പിച്ചത് പോലെ തന്നെ ഇന്ന് പറഞ്ഞോ മോനെ. പാസ്റ്റർ ചോദിക്കുന്നില്ല, പറഞ്ഞോ. ഒരു യഥാർത്ഥ രോഗി, ഒരു വൃദ്ധൻ അവിടെ നിൽക്കുന്നുണ്ട്. അയാൾ മെയിൻറ്റ് പോലും ചെയ്യുന്നില്ല, തള്ളിങ്ങോട്ട് മാറ്റിയിരിക്കുക. ആ പാവം പിടിച്ച വൃദ്ധൻ ഇത് ഡ്രാമയാണ്, നാട് വേണമെന്ന് അയാൾക്ക് അറിയൂല. പാവം അയാൾ തള്ളി മാറ്റിയിട്ട് പറഞ്ഞോ മോനെ പറഞ്ഞോ. എടോ, ഇത്രയും വലിയ ഉടായിപ്പോൾ തൻ്റെ മതത്തിൽ നടക്കുന്നുടോ, കാണില്ലടോ നീ ഇത് മതക്കച്ചവടക്കാരന്മാര്, കാണില്ലടോ. ഇതൊക്കെ വിട്ടിട്ടാണോടോ ഇസ്ലാം മതത്തെ വിമർശിക്കാൻ, ഇസ്ലാം മതത്തിന് കുറ്റവും കുറവും പറയാൻ, ഇത്ര ഇസ്ലാമിൻ്റെ പരദൂഷണം പറയാൻ വന്നിരിക്കുന്നത്? ഗോട്ടും കിട്ട ജബാസ് സിംഗ്, ബജാജ് സിംഗ്, ഏത് സിംഗ് ആയാലും ശരി. ഇങ്ങനെ വോയിസ് കേട്ടോണ്ടിരിക്കുക, ചെവിയിൽ ഇങ്ങനെ സൗണ്ടുകൾ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുക ഫുൾ ടൈം. നോക്കണേ, ഒറ്റ മിനിറ്റ് കൊണ്ട് എങ്ങനെയാ നീ സൗഖ്യമാണെന്ന് നോക്കണേ. ഒറ്റ മിനിറ്റ് കൊണ്ടേ നോക്കണേ. ചെവിയിൽ നിന്ന് ഞാൻ ആ വോയിസിനെ ക്യാൻസൽ ചെയ്യുന്നു ഇപ്പോൾ തന്നെ. കേൾക്കുന്നുണ്ടോ മോനെ? ഇവിടെ നോക്ക, കേൾക്കുന്നുണ്ടോ ഇപ്പൊ? അത് കേൾക്കുന്നുണ്ടോ മോനെ ഇപ്പൊ? അത് ഇല്ല, ഇവിടെ വന്നേ പിന്നെ ഇല്ലായിരുന്നു, ഇവിടെ കയറിയ പിന്നെ ഉണ്ടായിട്ടില്ല. കരമടിച്ചൊന്ന് യേശുവിന് ആരാധന. നാടകം കഴിഞ്ഞു, കരമടിച്ച് പ്രാർത്ഥിച്ചോളി. ആ പാവം പിടിച്ച രോഗിയായ വൃദ്ധൻ അവിടെ ഒറ്റക്കാലിൽ അതേപോലെ നിൽക്കുകയാണ്, പോസ്റ്റായിട്ട് അയാൾ നിൽക്കും. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അയാളെ തൂക്കി അപ്പുറത്തെടുത്ത് വലിച്ചെറിയും, പോയ വല്ല ഹോസ്പിറ്റലിൽ പോയിട്ട് ചികിത്സിക്കാൻ പറയും. എടാ സബാസ്റ്റിനെ, ഗോട്ടും ഷൂട്ട് വിട്ട ഗോട്ടും കണ്ണടയിട്ട കൊണാപ്പ, നിന്റെ മതത്തിൽ നടക്കുന്ന ഈ കൊണാപ്പിന് ഈ മതക്കച്ചവടമൊക്കെ പോയി ഒന്ന് സംസാരിക്കണോ, ക്രിസ്ത്യാനികൾക്ക് വേണ്ടി ഒന്ന് സംസാരിക്കണോ. എന്നിട്ടാണ് അവൻ ഗോട്ടും ഷൂട്ടും ഇട്ടിട്ട് വന്നത്. ഇസ്ലാമിൻ്റെ കുറവും അസ്സലാമലൈക്കും എന്ന് പറയുന്നത് ഒരു ക്രൈസ്തവൻ പറയുന്നത് തെറ്റാണ്. ക്രൈസ്തവന് ഗൾഫിൽ പോയിട്ട് അറബിൻ്റെ പൈസ വാങ്ങി നക്കാൻ ഒരു തെറ്റുമില്ല. അറബി പ്രൈസലോട് അല്ലെങ്കിൽ പ്രൈസലോട് അറബി എന്താ ഇൻഷാള്ള എന്ന് പറയുന്നത് മാത്രം ഒരു ക്രൈസ്തവന് തെറ്റാണെന്ന് പറയാൻ വേണ്ടി രാവിലെ കോട്ടും ഷൂട്ടിട്ട് വന്നിരിക്കുന്ന ക്രൈസ്തവ, നീ നിന്റെ മതത്തിലെ കുറ്റങ്ങളും കുറവുകളും മതക്കച്ചവടവും നിർത്താൻ ശ്രമിക്കണോ. അറബിൻ്റെ വീട്ടിൽ പോയി അറബിൻ്റെ കോണകം അടക്കി കൊടുത്ത് അതിൽ കിട്ടുന്ന കാശ് വെച്ച് നക്കി തിന്നാനൊന്നും ക്രൈസ്തവ നിനക്ക് കുഴപ്പമില്ലേ? ഇല്ലേ? ഞാൻ അറിയാണ്ട് ചോദിക്കുക, ഇല്ലേ? സ്നേഹം കൊണ്ട് അറബി ഇൻഷാ അല്ലാഹ് എന്ന് പറഞ്ഞപ്പോൾ അത് വലിയ പ്രശ്നമാണോ? അത് പറയാൻ പാടില്ല. അത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പോയിട്ട് എന്താ പറയുക, മാമോലിസ മുക്കണം എന്നാ, എന്താ പറയുക, മാമോലിസിയ എന്താ അതിനെ പറയാ, എന്തെങ്കിലും മുക്കണം. ഒന്ന് പോടായിരുന്നു. മനുഷ്യനായി കണ്ട് മനുഷ്യത്തോടുകൂടി ജീവിക്കാൻ നോക്കണ ഊളകളാ. എനിക്ക് പോടാ, കോട്ടും കാണാൻ.